നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പല കുറി മലയാളി ഏറ്റുപറഞ്ഞതാണ്. ലഹരി വ്യാപനത്തിന്റെയും ഉപഭോഗത്തിന്റെയും കാര്യത്തിൽ കേരളത്തിൽ കാര്യങ്ങൾ അത്ര നീറ്റല്ല. അത് നീറ്റാക്കി ലഹരി മാഫിയയുടെ വേരറുക്കാൻ കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാൻ സജീവമായി നടപ്പിലാക്കുകയാണ്. ദിനം പ്രതി റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ലഹരിയുടെ ഒഴുക്കും വിൽപ്പനയും വിതരണവും ഉൾപ്പെടെ തടയാൻ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. അളവിൽ കവിഞ്ഞുള്ള രാസലഹരിയുടെ ഉപഭോഗം, വിൽപ്പന, കൈമാറ്റം എന്നിവയ്ക്കുള്ള ശിക്ഷാ നടപടികൾ എങ്ങനെ എന്നതുകൂടി പ്രേക്ഷകർ അറിയേണ്ടതുണ്ട്. അഭിഭാഷകൻ അൻസർ തങ്ങൾകുഞ്ഞ് സംസാരിക്കുന്നു. പ്രത്യേക സെഗ്മെന്റ് ജൂറിസ്. ഓരോ കാലഘട്ടത്തിലും നമ്മുടെ നാട് പലതരം പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ വർത്തമാന കാലഘട്ടത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മയക്കുമരുന്നുകളുടെ സുലഭമായ ലഭ്യതയും അതുപയോഗിക്കുന്ന ആളുകളുടെ വർധനവുമാണ്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ യുവതി യുവാക്കൾ പലരും ഇന്നും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരാണ്. അവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നിയമപരമായി പലപ്പോഴും സർക്കാരുകൾ കൈക്കൊള്ളുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ എന്ന ഒരു നടപടിക്രമം നടന്നിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം 700-ൽ പരം കേസുകൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഡൽഹിയിൽ വെച്ചും ബാംഗ്ലൂരിൽ വെച്ചും 2 വിദേശ വ്യക്തികളെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ മയക്കുമരുന്നുകളുടെ ലഭ്യത എവിടെ നിന്നാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം. അത് ഒഴിവാക്കാൻ വേണ്ടി, അത് തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കേരള പോലീസ് നടത്തി വരുന്നത് എന്നൊന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും കൂടുതൽ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിയമത്തോടുള്ള പലപ്പോഴുമുള്ള അജ്ഞത ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ഒക്കെ പെട്ടെന്ന് പണക്കാരാക്കാൻ വേണ്ടി ഈ ബിസിനസ്സിലേക്ക് വഴുതി വീഴുന്നു എന്നുള്ളതാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിനെ കുറിച്ചുള്ള അജ്ഞത ഇന്ന് നമ്മുടെ നാട്ടിൽ പൊതുവെയുണ്ട്. ഈ NDPS നിയമപ്രകാരം പ്രതികളാകുന്നവരുടെ ജീവിതം നരകതുല്യമായി മാറുന്നു എന്ന വസ്തുത ഇവരാരും മനസ്സിലാക്കുന്നതേയില്ല. ഈ പിടിക്കുന്ന മയക്കുമരുന്നുകളുടെ അളവിനനുസരിച്ച് ഇവർക്ക് കിട്ടാവുന്ന ശിക്ഷ വളരെ വലുതാണ്. ഇപ്പം ഈ മയക്കുമരുന്നുകൾ പിടിക്കുമ്പോൾ, ഈ രാസ വസ്തുക്കൾ പിടിക്കുമ്പോൾ അവർ തൂക്കം നോക്കിയാണ് യഥാർത്ഥത്തിൽ ഈ കുറ്റകൃത്യത്തിൻ്റെ ഈ കാഠിന്യത്തെക്കുറിച്ച് തീരുമാനിക്കുന്നത്. ഈ സ്മോൾ ക്വാണ്ടിറ്റി ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി ഉണ്ട്, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഈ സ്മോൾ ക്വാണ്ടിറ്റി പിടിക്കുമ്പോൾ 1 വർഷം വരെ തടവ് കിട്ടാനുള്ള ശിക്ഷ കിട്ടാനുള്ള കുറ്റകൃത്യമാണത്. ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ അത് 10 വർഷവും, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ അത് ഏകദേശം 20 വർഷം വരെ തടവ് കിട്ടാൻ പറ്റുന്ന കുറ്റകൃത്യമായി അത് മാറുകയാണ്. ഈ കുറ്റകൃത്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 30 വർഷം വരെ തടവ് കിട്ടാമെന്നുള്ള കുറ്റകൃത്യമായി ഇത് മാറുകയാണ്. ഇത്തരം അജ്ഞതയില്ലാതെയാണ് പലരും ഇത്തരം ഈ ബിസിനസ്സുകളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുമ്പോൾ പെട്ടെന്ന് ജാമ്യം കിട്ടി പുറത്തു വരാം എന്നുള്ള ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് തെറ്റാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയും പല വിധികളിലൂടെ ഈ ജാമ്യം കേൾക്കുന്ന കോടതിയോട് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ജാമ്യാവസ്ഥ ലംഘിക്കുന്ന ആളാണ് ഈ പ്രതിയെങ്കിൽ ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത് എന്ന് നിർദ്ദേശിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രഥമദൃഷ്ട്യാ ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ട ആളാണ് ഈ പ്രതിയെങ്കിൽ ഒരിക്കൽ പോലും ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജയിലിനകത്ത് കിടന്നുകൊണ്ട് വേണം ഈ കേസുകൾ തന്നെ നടത്താൻ. മനുഷ്യർ ഇത്തരത്തിലുള്ള നടപടികൾ നടത്തുന്നതോടുകൂടി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കച്ചവടം സുലഭമാക്കിയതോടുകൂടി ഈ നാട്ടിലെ ഒരു തലമുറയെ തന്നെയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. മയക്കുമരുന്നില്ലാത്ത ഒരു നാടായി മാറ്റിയില്ലെങ്കിൽ ഇത് അനുഭവിക്കാൻ പോകുന്ന ദുരന്തം നാം ഉദ്ദേശിക്കുന്നതിലും വലുതാണ്. ഈ MDMA പോലുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഒരൊറ്റ തവണ ഉപയോഗിച്ചാൽ അത് അഡിക്ഷനായി മാറുകയാണ്. പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കാൻ ഇവർക്കിതിന് കഴിയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, പല പഠനങ്ങളിലൂടെയും പല അന്വേഷണങ്ങളിലൂടെയും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മയക്കുമരുന്ന് കച്ചവട ശൃംഖല വർദ്ധിക്കുന്നത് ഇത്തരം പണം സമ്പാദിച്ച് അത് വലിയ ടെററിസ്റ്റ് ഗ്രൂപ്പുകളിലേക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ നാടിനെ മുഴുവനും നശിപ്പിക്കാൻ തരത്തിൽ ഈ മയക്കുമരുന്നിന് കഴിയുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഭരണകൂടം ഇതിനുവേണ്ടി അശ്രാന്ത പരിശ്രമത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൊതുജനങ്ങളോടുകൂടി, അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ ഇത് വിൽപ്പന നടത്തുമ്പോൾ മറ്റ് പൊതുജനങ്ങൾക്ക് ശല്യമായി മാറുമ്പോൾ ഇവരുകൂടി ഇതിൻ്റെ ഭാഗമായി മാറുകയാണ്. അവരുകൂടി പോലീസിൻ്റെ അന്വേഷണവുമായി സഹകരിച്ചാൽ ഇത്തരം ആളുകളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുന്നതുമാണ്. ഈ വിദ്യാർത്ഥികൾക്ക് ഇത് കൊടുക്കുക, അതായത് സെയിൽസ് ടു ദ മൈനർ, അത് വളരെ വ്യാപകമായി വർദ്ധിച്ചിരിക്കുകയാണ്.
ഇതിനെതിരെയും ശക്തമായ നിയമ നടപടികളുമായിട്ട് ഇപ്പോൾ കേരള പോലീസ് ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏകദേശം 150ഓളം കേസുകൾ അത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. നാം മനസ്സിലാക്കേണ്ട ചെറിയ ചെറിയ പെട്ടിക്കടകൾ പോലുള്ള കടകളിൽ ഈ ടുബാക്കോ ഐറ്റം വളരെ സുലഭമായി വിൽക്കുന്നു എന്നുകൂടിയാണ് ഇപ്പോൾ കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിയുന്നത്. ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, വിദ്യാർത്ഥികൾക്ക് കൊടുക്കുക, യുവാക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരം ഉപയോഗങ്ങൾ വളരെയധികം വർദ്ധിച്ചു എന്നുകൂടി ചില പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് നമ്മുടെ നാടിനുണ്ടാക്കുന്ന ദുരന്തം ചെറുതല്ല. അപ്പോൾ നിയമം കൃത്യമായി ആക്ട് ചെയ്യുമ്പോൾ ഈ നിയമം അനുസരിക്കേണ്ട നമ്മൾ കൂടി അതിൻ്റെ ഭാഗമായി മാറേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഇതിനെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ നമുക്ക് കഴിയൂ. പ്രധാനമായും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഉപയോഗിക്കുന്നവർ മാത്രമല്ല, ഇത് വിൽക്കുന്നവർ കൂടി ഈ നാടിൻ്റെ ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. ഈ നാടിനെ ദുരന്തത്തിലേക്ക് നയിക്കുന്നവരായി അവർ മാറുകയാണ്. വരുന്നൊരു തലമുറ അവരുടെ ചിന്താശേഷിയും അവരുടെ ഈ പ്രൊഡക്റ്റീവായി അവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നതിനെ പൂർണ്ണമായും തച്ചുടയ്ക്കുന്ന രീതിയിൽ ഈ മദ്യവും മയക്കുമരുന്നും ഈ നാടിനെ കാർന്നു തിന്നുമ്പോൾ ഈ നാടിൻ്റെ ഒരു വലിയ ഭാവിയെ തന്നെയാണ് അത് ദോഷകരമായി ബാധിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആളുകൾ അതിൽ നിന്ന് മാറി ചിന്തിക്കുക. ഇത്തരം ബിസിനസ്സുകളിലേക്ക് പെട്ടെന്ന് പണക്കാരനായി മാറാം എന്ന് കരുതി ഇറങ്ങി പുറപ്പെടുന്നവരൊക്കെ അതിൽ നിന്നും പിന്മാറുക. നിയമം നിങ്ങളുടെ പിന്നിലുണ്ട്. നിയമത്തിൽ നിങ്ങൾ ഒരു തവണ പിടിയിലാക്കപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതമില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ നിയമം കൃത്യമായി ഇപ്പോൾ ആക്ട് ചെയ്യുകയാണ്. ആരെങ്കിലും പ്രതിയാക്കപ്പെട്ടാൽ അവരുടെ ജീവിതം മുഴുവനും ജയിലറയ്ക്കുള്ളിൽ തന്നെയാകും എന്നുള്ളത് ഉറപ്പാണ്. ഇത്തരം ഉപയോഗത്തിലുള്ള ആളുകൾ പിന്മാറുക തന്നെ ചെയ്യണം എന്നുകൂടി ഒരു അപേക്ഷ കൂടി ഈ അവസരത്തിൽ പറഞ്ഞു വെക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.